എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊക്കെ ഈവനിങ്ങിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് കംപ്ലീറ്റ് മിക്സിങ്ങും ഞാൻ മിക്സി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളൊരു ഫോർക്ക് പോലും ഇതിൽ ഞാൻ യൂസ് ചെയ്തില്ല. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കേക്ക് ഉണ്ടാക്കി പ്രാക്ടീസ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു ബൗളാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് ചെറുതായിട്ട് തടവി കൊടുക്കുക. സൈഡിലൊന്നും ഒരുപാട് തടവണ്ട കേട്ടോ, അപ്പോൾ ഇത് മൊരിഞ്ഞു പോവും കേക്ക്. പിന്നെ നമുക്ക് താഴെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം. ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനാസ് വേൾഡിലുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. വെറുതെ വളരെ സിമ്പിളാണ്. നമുക്കൊരു A4 ഷീറ്റിൽ എണ്ണ തടവി എടുത്തു കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ ആവും. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു പേപ്പർ ഇടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കറക്റ്റ് ആ ഒരു അടിഭാഗം വിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ പിടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഭംഗി തന്നെ പോവും. അപ്പോൾ എല്ലാവരും ഒരു ബട്ടർ പേപ്പർ ഇടാനായിട്ട് തന്നെ നോക്കാം കേട്ടോ. നമുക്ക് സാധാരണ ഒരു പേപ്പർ മതി, ബട്ടർ പേപ്പർ ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ എടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. നിങ്ങൾ കയ്യിൽ കപ്പില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ഏകദേശം ആവറേജ് വലുപ്പത്തിലുള്ള ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തായാലും എടുത്താൽ മതി. അതിലൊരു 1 ഗ്ലാസ് മൈദ എടുക്കുക. ഞാനിപ്പോൾ ഒരു 250 ml കറക്റ്റ് മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് അരിച്ചെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അരിച്ചെടുത്തു. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നല്ല ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ഒരു ജാർ എടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് 2 മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. മുട്ട മാത്രമല്ല, ഏത് സാധനവും നമ്മൾ കേക്കിന് എടുക്കുമ്പോൾ തണവ് പാടില്ല, അതെല്ലാവർക്കും അറിയാലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക. ആദ്യം കുറച്ചിടുക, പിന്നെ അടിച്ചെടുക്കുക. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിക്കണം. ബാക്കി പഞ്ചസാര കുറേശ്ശെയായിട്ട് ബാച്ചുകളായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഒന്നിച്ചെടുക്കരുത്, ഇടരുത്. അപ്പോൾ അത് കട്ട പിടിച്ച പോലെ വരും. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് അടിക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അത് ഒരുപാട് നേരം ഒന്നും അടിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പോൾ അതും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സില്ലേ, അതാണ്. അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് തിരിക്കുക, പിന്നെ വീണ്ടും ഇടുക, വീണ്ടും തിരിക്കുക. അങ്ങനെ കുറച്ച് ബാച്ചായിട്ട് മാത്രം ഇടുക. ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആകെ കട്ടിയാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പാലും ചേർക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. വല്ലാണ്ട് തിക്കാവുമ്പോൾ ശരിയാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതും കൂടി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഇല്ലാണ്ടിരിക്കാനും കേക്ക് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം പ്രീഹീറ്റ് ചെയ്തിടണം കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു പഴയ ചീനച്ചട്ടി ഒരു തട്ടുള്ളിൽ വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് അതിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോഴേക്കും അത് ചൂടായിട്ടിരിക്കണം. അത് ഇതിൻ്റെ ഇടയിൽ മറന്നു പോകരുത്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. മൂടി നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 30-35 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. കൂടുതൽ സമയം ആയിക്കഴിഞ്ഞാൽ ഓവർ ബേക്ക് ആവും. ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പെട്ടെന്ന് അങ്ങോട്ട് ഓവർ ബേക്ക് ആയി പോവും. ആ കാര്യം ആരും മറക്കരുത്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയപ്പോൾ കണ്ടാവും മുകളിൽ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു. അതിപ്പോൾ ഞാൻ ആ സമയത്തൊന്ന് കോളിംഗ് ബെല്ല് ആരോ അടിച്ചപ്പോൾ ഒന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ സംസാരിച്ചപ്പോഴേക്കും വന്നപ്പോഴേക്കും കുറച്ചൊന്ന് മോൾ ഭാഗം മൊരിഞ്ഞു വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ കറക്റ്റ് ടൈമിൽ തന്നെ കേക്ക് എടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു 35 മിനിറ്റ് തന്നെ കറക്റ്റ് എല്ലാവരും ചെക്ക് ചെയ്യുക. എന്നിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 മിനിറ്റ് കൂടി വെക്കുക കേട്ടോ. ഞാൻ ആ മുരിഞ്ഞ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി. എന്നാലും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടെക്സ്ചറുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ കേക്ക് കുറച്ചൊരു ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് വട്ടം കുറവും ഹൈറ്റ് കൂടുതലുള്ള പാത്രം എടുത്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ടൈം എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വട്ടത്തിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിൽ തന്നെ ഈ കേക്ക് ബേക്കായിട്ട് കിട്ടും. ചെറിയ കേക്കല്ലേ, അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വെറുതെ കുറേ സമയം എടുക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ടീ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ല ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്